ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തിരുസ്വരൂപങ്ങളെ നിരാകരിക്കുന്നവർ മനുഷ്യാവതാരം നിഷേധിക്കുന്നു, തിരുവചനത്തെയും. ദൈവോന്മുഖ കുർബാന എന്ന് നമ്മൾ പറയുമ്പോൾ ചിലരെങ്കിലും അതിന് എതിരായിട്ട് പറയുന്നത് അത് ചുമരോന്മുഖ കുർബാനയാണ്, വിഗ്രഹാരാധനയാണ്. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന കുറേ പേരുടെ ആരോപണം കത്തോലിക്കർ വിഗ്രഹാരാധകരാണ് എന്നാണ്. അപ്പോൾ ഈ തിരുസ്വരൂപ വണക്കം അല്ലെങ്കിൽ തിരുസ്വരൂപങ്ങളെ നിരാകരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാനതിൻ്റെ 6 വശങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ബൈബിളിൽ സത്യവേദമായ ബൈബിളിൽ 1, 2 തിരുസ്വരൂപങ്ങളുടെ ദൈവശാസ്ത്രം, 3 ലിറ്റർജിയിൽ, പിന്നെ എന്താണ് ലിറ്റർജി, 4 തിരുസ്വരൂപങ്ങളെ നിരാകരിച്ചാൽ, 5 തിരുസ്വരൂപങ്ങൾ വളരെ അമിതമായാൽ, പിന്നെ സഭാചരിത്രത്തിൽ വിഗ്രഹ ഭഞ്ജനം, അതായത് ഐക്കണോക്ലാസം, വിഗ്രഹങ്ങളൊക്കെ തകർക്കണം എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ രാഷ്ട്രീയം. ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി നീണ്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ആവർത്തിക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ ഒന്ന് ആവർത്തിച്ച് കേൾക്കണം. ആവർത്തിച്ച് കേട്ടാലാണ് കറക്റ്റായിട്ട് മനസ്സിലാകുക. അതിനാൽ ഗഹനമായ കാര്യമാണ്, അത് ആവർത്തിച്ച് കേൾക്കണം. ഈ വീഡിയോ ആവർത്തിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തുടക്കം സത്യവേദമായ ബൈബിളിൽ. അത് തുടങ്ങാനായിട്ട് നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം 1137 ഒരു ആ വകുപ്പിലെ ആദ്യത്തെ ഭാഗം ഇപ്പോൾ വായിക്കാം, രണ്ടാമത്തെ ഭാഗം പിന്നീട് വായിക്കാം. The book of Revelation of St. John, read in the church's liturgy, first reveals to us a throne stood in heaven with one seated on the throne, the Lord God. സഭയുടെ ലിറ്റർജിയിൽ വായിക്കുന്ന യോഹന്നാൻ്റെ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മളോട് ആദ്യം വെളിപ്പെടുത്തുന്നത് സ്വർഗത്തിലൊരു സിംഹാസനം, ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവായ ദൈവം. അത് വെളിപാട് ഗ്രന്ഥത്തിൽ 4-ാമത്തെ അധ്യായം 2 മുതൽ 6 വരെ വാക്യങ്ങളാണ്. നമുക്കൊന്ന് കേൾക്കാം. സ്വർഗത്തിൽ ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും ജാസ്പർ, പത്മരാഗത്തോടും സർദൈൻ ഓർ കർമേലിയൻ സദൃശൻ. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട്, എമറാൾഡ് സദൃശ്യമായ ഒരു മഴവില്ല്. ആ സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനങ്ങൾ. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 പുരോഹിതന്മാർ, പ്രസ്ബിറ്ററോയ്. അവരുടെ തലയിൽ പൊൻകിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ സപ്താത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സ്വർഗത്തിൻ്റെ ഈ ദർശനത്തിൻ്റെ മാതൃകയിൽ വേണം യെരൂശലേം ദേവാലയം പണിയാനെന്ന് ദാവീദ് സോളമനോട് പറയുന്നുണ്ട്. ഈ സ്വർഗത്തിലെ ഈ ലിറ്റർജി, സ്വർഗത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം ദേവാലയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ കണ്ടതുപോലെ ചെയ്യണം. 1 ദിനവൃത്താന്തം 28, 18, 19 വാക്യങ്ങൾ. ധൂപപീഠത്തിന് തൂക്കപ്രകാരം വേണ്ടുന്ന ഊതിക്കാച്ചിയ പൊന്നും, ചിറക വിരിച്ച് യാഹ്വയുടെ ഉടമ്പടി പേടകം മൂടുന്ന കെരൂബുകളായ മാലാഖമാർ, രഥത്തിൻ്റെ മാതൃകയ്ക്ക് വേണ്ട പൊന്നും ദാവീദ് സോളമന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മാതൃകയുടെ എല്ലാ പണികളും യാഹ്വേ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിട്ടുണ്ട് എന്ന് ദാവീദ് സോളമനോട് പറഞ്ഞു. നിങ്ങൾക്കതിൻ്റെ മാതൃക മുഴുവൻ വായിക്കാം. 1 രാജാക്കന്മാർ 6, 8 അധ്യായങ്ങളിൽ വേണമെങ്കിൽ 1 മുതൽ 8 വരെ വായിച്ചോ. അവിടെ ഈ ദേവാലയം എങ്ങനെ പണിയണം, എങ്ങനെയാണ് സോളമൻ പണിതത്, എങ്ങനെ പണിയണമെന്നാണ് ദാവീദ് പറഞ്ഞത്, അത് എനിക്ക് രേഖാമൂലം എഴുതി തന്ന, കർത്താവ് എഴുതി തന്ന സ്വർഗത്തിലെ ലിറ്റർജിയുടെ സ്വർഗത്തിലെ ദേവാലയം, അതിൻ്റെ മാതൃകയിൽ വേണം പണിയാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ദേവാലയം അലങ്കരിക്കുമ്പോൾ, അതായത് ഒരു സിംഹാസനം, ബലിപീഠം, ആ ബലിപീഠത്തിൽ ഒരാൾ ഇരിക്കുന്നു, ദൈവം ഇരിക്കുന്നു.
അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ, സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് ചേർന്ന മഴവില്ല്, ആ സിംഹാസനം ചുറ്റും 24 സിംഹാസനങ്ങൾ, വെള്ളയുടുപ്പ് ധരിച്ച് സിംഹാസനം ഇരിക്കുന്ന 24 പുരോഹിതന്മാർ, അവർ തലയിൽ പൊൻകിരീടങ്ങൾ, സിംഹാസനം മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന് സപ്താത്മാക്കളായ 7 ദീപങ്ങൾ മെനോറ സിംഹാസനം മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനം മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ഇതുപോലെയൊക്കെ ഈ ദേവാലയത്തിൽ പണിയുമ്പോൾ അത് 1-ാം പ്രമാണം തൻ്റെ ലംഘനമാകുമോ? ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അതിന് 2-ാം പ്രമാണം എന്ന് പറയാം. അതിന് എന്തുകൊണ്ടാണ് ഈ പ്രമാണങ്ങളുടെ എണ്ണത്തിൽ 1-ാം പ്രമാണമായി കത്തോലിക്ക സഭ കണക്കാക്കുന്നത്, എന്തുകൊണ്ട് 2-ാം പ്രമാണമായി മറ്റ് സഭകൾ കണക്കാക്കുന്നത്? അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. പുറപ്പാട് ഗ്രന്ഥത്തിൽ 20-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക: അടിമത്തത്തിൻ്റെ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യാഹ്വേയായ ഞാനാണ് നിൻ്റെ ദൈവം. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതോ യാതൊന്നിനെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. ഇത് 2 പ്രമാണങ്ങളായിട്ടാണ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ളവർ പറയുക. കത്തോലിക്ക സഭ അതിന് ഒറ്റ പ്രമാണമായിട്ട് കണക്കാക്കുക. ഈ പ്രമാണത്തിനെതിരല്ലേ, വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ പ്രമാണത്തിനെതിരല്ലേ ഇങ്ങനെ ദേവാലയം പണിതാൽ എന്നാണ് ചോദിക്കുന്നത്. ഈ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കണ്ടത് വിഗ്രഹം ഉണ്ടാക്കരുത്. എന്നിട്ട് അതേ ഗ്രന്ഥം പുറപ്പാട് ഗ്രന്ഥം 25-ാം അധ്യായം 8 മുതൽ 9 വാക്യങ്ങൾ നോക്കുക. ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം, മിഖാദോഷനാണ്, വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും മിഷ്കാൻ എന്നാണ്. മിഷ്കാൻ, ടാബർനാക്കിൾ, സക്രാരി. തിരുനിവാസം, സക്രാരി, അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരവും തന്നെ ഉണ്ടാക്കണം. അതായത് ദൈവത്തിന് ജനത്തിനിടയിൽ വസിക്കാൻ ഒരു വിശുദ്ധ മന്ദിരം, അതിനുള്ളിൽ ഒരു തിരുനിവാസം, സക്രാരി, ടാബർനാക്കിൾ, മിഷ്കാൻ ഉണ്ടാക്കണം. അതിന് ഉപകരണങ്ങൾ ഉണ്ടാക്കണം. എന്തൊക്കെയാണ്? കുറച്ചും കൂടി കഴിയുമ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 17 മുതൽ 22 വാക്യങ്ങൾ. തനി തങ്കം കൊണ്ട് കൃപാസനം, മേഴ്സി സീറ്റ്, ഹീബ്രുവിൽ കപ്പരത്ത് എന്ന് പറയും, ഗ്രീക്കിൽ ഹിലാസ്തേരിയോൺ എന്ന് പറയും, അതുണ്ടാക്കണം. തനി തങ്കം കൊണ്ട് ഒരു കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പൊന്നുകൊണ്ട് 2 കെരൂബുകൾ ഉണ്ടാക്കണം. 2 മാലാഖമാരുടെ രൂപങ്ങൾ, മാലാഖമാരുടെ തിരുസ്വരൂപം ഉണ്ടാക്കണം, വിഗ്രഹം ഉണ്ടാക്കണം. ആരാ പറയണേ? കർത്താവ്, ദൈവമായ കർത്താവ്. വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ കർത്താവ് തന്നെ പറയുക. 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നു വിഗ്രഹം ഉണ്ടാക്കരുത്. 25-ാം അധ്യായത്തിൽ പറയുന്നു 2 കെരൂബുകളുടെ വിഗ്രഹം ഉണ്ടാക്കണം. കൃപാസനത്തിൻ്റെ 2 അറ്റത്തും അടിച്ചു പരത്തിയ പൊന്നുകൊണ്ട് അവയുണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിന് മറ്ററ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ സിംഹാസനം നിന്നുള്ളവയായി, അതായത് സിംഹാസനം ഉണ്ടല്ലോ, ഈ കൃപാസനം, അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരുന്ന പോലെ വാർത്തുണ്ടാക്കണം. അതായത് എടുത്തു മാറ്റാൻ പാടില്ലെന്ന്. ഒന്നായി ചേർന്നിരിക്കുന്ന തരത്തിൽ അതിന് 2 അറ്റത്തും ഉറപ്പിക്കണം, ഉണ്ടാക്കണം. അതായത് കൃപാസനവും മാലാഖമാരും 2 അല്ല, അതിനോട് ചേർത്ത് തന്നെ പണിയണം. അതായത് ഈ മാലാഖമാരുടെ രൂപം എടുത്ത് മാറ്റാൻ പാടില്ലെന്നർത്ഥം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടണം. അവ തമ്മിൽ മുഖാഭിമുഖമായിരിക്കണം, മുഖത്തോട് മുഖം നോക്കിയിരിക്കണം. ഈ മാലാഖമാർ അവർ ചിറക് ഇങ്ങനെ മൂടും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ ഉടമ്പടിയുടെ പേടത്തിന് മുകളിൽ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷിപത്രിക, അതായത് ഉടമ്പടി പത്രിക, പേടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന് മേൽ സാക്ഷ്യപേടകത്തിൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകലവും അരുളി ചെയ്യും. ഇത് നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ പെന്തക്കോസ്തക്കാരെ? ഈ പുറപ്പാട് പുസ്തകം 25 അധ്യായം 17 മുതൽ 22 വരെ 2 കെരൂബ് മാലാഖമാർ മുഖത്തോട് മുഖം നോക്കി നിൽക്കണം. അവർ ചിറകുകൾ ഇങ്ങനെ നിൽക്കണം. ഇതിൻ്റെ നടുവിൽ നിന്നാണ് ദൈവം ഇസ്രായേൽ മക്കൾ സംസാരിക്കുക. ഇതെന്നിട്ട് എവിടെ സൂക്ഷിക്കണം? അതിവിശുദ്ധ സ്ഥലം, ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വേണം ഉടമ്പടിയുടെ പേടകം. അതിൻ്റെ മുകളിൽ ഈ കൃപാസനം, കൃപാസനത്തിൻ്റെ മുകളിൽ അതിനോട് ചേർന്ന് 2 മാലാഖമാരുടെ രൂപം, അതിന് നടുക്കാണ് ദൈവം നിൽക്കാനാണ്. അപ്പോൾ വീണ്ടും ഒരു ഒബ്ജക്ഷൻ. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെ വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? യാഹ്വേ
ഹൊരേബിൽ അഗ്നിയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയും സാദൃശ്യമോ, ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയോ സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ, ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്തം പ്രവർത്തിക്കരുത്. ഇങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 15-18 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിയമാവർത്തന പുസ്തകം. നമുക്ക് വീണ്ടും പുറപ്പാടിലേക്ക് പോകുക. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചു നോക്കണേ. പുറപ്പാട് 24:9-10. അനന്തരം മോശയും അഹറോനും നാദാബും അബീബുവും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ ഇന്ദ്രനീല കല്ല് പാകിയത് തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. എന്നിട്ടും ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും സംഭവിച്ചില്ല. മോശെ, അഹറോൻ, നാദാബ്, അബീഹു, ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേര് അവർ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അപ്പോൾ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിന് വിശദീകരണമാണ് തൊട്ട് താഴെ. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ ഇന്ദ്രനീല കല്ല് പാകിയ തളം പോലെയാണ് അവർ കണ്ടത്. ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയാണ് കണ്ടത്. അതായത് ദൈവത്തിൻ്റെ മുഖമല്ല കണ്ടത്, പാദമാണ് കണ്ടത്. മോശെ പണ്ട് ദൈവത്തിൻ്റെ പുറകുവശം കണ്ടതുപോലെ ഇവർ കണ്ടത്, ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പാദമാണ് കണ്ടത്. അവിടെ ഇന്ദ്രനീല കല്ല് പാകിയ തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയും അവർ കണ്ടു. നിശ്ചയ ദൂരത്തായതുകൊണ്ട് അവർ മരിച്ചില്ല. പുറപ്പാട് പുസ്തകം 33-ലാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ മോശെ ദൈവത്തിൻ്റെ പുറകുവശം കണ്ടു. ഇവിടെ പറയുന്നു പാദം കണ്ടു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ രൂപം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ അതേ ബൈബിളാണ് പറയുന്നത് അവർ ദൈവത്തെ കണ്ടു. എന്ന് വെച്ചാൽ ദൈവത്തെ ഒരു ഭാഗികമായി കണ്ടു. ശരിക്കും ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടത് യേശുക്രിസ്തു മാത്രമാണ്, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ തമ്പുരാൻ. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ദർശനം പഴയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇത്തരം ടെക്സ്റ്റുകൾ പറയണേ. പിന്നീട് കുറച്ചുകൂടി ദർശനങ്ങൾ നൽകി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോന്നിനും 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാലുമൂടി, 2 കൊണ്ട് അവർ പറന്നു. ഒരാൾ മറ്റുള്ളവരുടെ ആർത്ത് വിളിച്ചു, സൈന്യങ്ങളുടെ യാഹോവേ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവർ ആർപ്പുവിളിയുടെ ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുകയും ആലയം പുക കൊണ്ട് നിറയുകയും ചെയ്തു. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ പറയണേ ദർശനത്തിൽ. ദാനിയേൽ 7:9 ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ സജ്ജീകരിച്ചു, ന്യായാസനങ്ങൾ നിരത്തിയിട്ടു. പുരാതനായവൻ, ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ്, ഉപവിഷ്ടനായി. ദൈവത്തിന് കൊടുത്തിയ മറ്റൊരു പേരാണ് പുരാതനായവൻ, അത് അനാദി മുതലുള്ളവൻ. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായി ആട്ടിൻ ധൂമം പോലെ വെളുത്തതുമായിരുന്നു. ദൈവത്തെങ്ങനെ, ഈ പിതാവായ ദൈവത്തെങ്ങനെ വെളുത്ത മുടിയുള്ളവനായിട്ട് ചിത്രീകരിക്കുന്നത് ദാനിയേൽ ഗ്രന്ഥത്തിന് 7:9 വെച്ചിട്ടാണ്. അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഒരു അഗ്നിനദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. എസക്കിയേൽ 41:17-18 നിങ്ങൾക്ക് വായിക്കാം. അകത്തെ ആലയത്തിൽ വാതിലിൻ്റെ മേൽഭാഗം വരെയും പുറമെയും ചുറ്റും എല്ലാ ചുമരിലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു. ആദർശപൂർണമായ ദേവാലയത്തിൽ ചിത്രപ്പണി ഉണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു. കെരൂബിനുമിടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂബിനും ഈ 2 മുഖവും ഉണ്ടായിരുന്നു. കെരൂബും മാലാഖമാർ, ഈന്തപ്പനകൾ ദേവാലയത്തിൻ്റെ വാതിലിൽ, ആലയത്തിൽ മേൽഭാഗം വരെയും പുറമെയും എല്ലാ ചുമരിലും അകത്തും പുറത്തും ചിത്രപ്പണി. ഇത് ബൈബിളിലുള്ള സംഗതികളല്ലേ? നിങ്ങളുടെ ബൈബിളിലില്ലേ ഈ വചനമൊന്നും? ഈ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം തെളിയുമില്ലേ? ഈ യെശയ്യായുടെ ദർശനം, ദാനിയേലിൻ്റെ ദർശനം, യെഹെസ്കലിൻ്റെ ദർശനം, പിന്നെ മോശയും ഈ അഹ്റോനൊക്കെ മലമുകളിൽ പോയപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഭാഗിക ദർശനം, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം തെളിയില്ലേ? ആ ചിത്രം നിങ്ങൾ ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ച് വരച്ചാൽ എന്താ തെറ്റ്? ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇത് പേപ്പറും കാർബണും അല്ലേ? അപ്പോൾ ഇത് വിഗ്രഹമാണോ?
ഇത് വിശുദ്ധ ബൈബിള്, ഇത് പേപ്പറാണ്, ഇത് കാർബണാണ്. അപ്പോൾ ഈ മഷിയും പേപ്പറൊക്കെ ഉപയോഗിച്ച് ഒരു പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ച് ഈ പറയുന്ന ചിത്രം, നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം, അത് വരച്ചു വെച്ചാൽ വിഗ്രഹാരാധനയാകുമോ? അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ഈ ബൈബിൾ എന്ന പുസ്തകത്തിൻ്റെ രൂപം ഉണ്ടാക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് പിന്നെയും ബൈബിൾ വായിക്കാം. ഒരുപാട് സ്ഥലത്ത് കരുവാന്മാരും തട്ടാന്മാരൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്സ്റ്റുകളുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചുരുക്കത്തിൽ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ അതേ ബൈബിള് ഉണ്ടാക്കണമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ രൂപം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ബൈബിൾ കണ്ടിട്ടുണ്ടെന്നും പറയണു. ഇത് വൈരുദ്ധ്യമാണെന്ന് പറയരുത്. അത് ഒരു ഇസ്ലാമിൻ്റെ രീതിയാണ്, ഒരു വചനത്തെ മറ്റൊരു വചനത്തെ ഖണ്ഡിക്കുന്നത്. അത് കത്തോലിക്കരുടെയോ ക്രിസ്ത്യാനികളുടെ രീതിയല്ല. രണ്ട് പരസ്പരം വിപരീത വചനമുണ്ടെങ്കിൽ അതിനിടയിൽ അതിൻ്റെ സത്യം അതിനിടയിൽ കിടപ്പുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ കത്തോലിക്കർക്കെതിരെ ഒരുപാട് എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ലൊറൈൻ ബൊട്ടനർ എന്ന് പറഞ്ഞിട്ടൊരാൾ. റോമൻ കത്തോലിസിസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, കത്തോലിക്കർക്കെതിരെ എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം വിലക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ തിരുലിഖിതങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ വിപരീതവും ശരിയാണ്. വിഗ്രഹങ്ങളെയോ പ്രതിമകളെയോ ആരാധിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയുടെ മതപരമായ ഉപയോഗം ദൈവം വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, അവ വേണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. വിഗ്രഹം പാടില്ലെന്ന് പറഞ്ഞ വിലക്കിയ കർത്താവ് അത് വേണമെന്നും മതപരമായ ഉപയോഗം വേണമെന്നും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥത്തിൽ, ലിറ്റർജിയുടെ ആത്മാവെന്ന ഗ്രന്ഥത്തിൽ 69-ാമത്തെ പേജിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുകയാണ്, ബാബിലോൺ പ്രവാസകാലത്ത് അവർക്ക് ഈ കൃപാസനം, ഈ കെരൂബ് മാലാഖമാർ വെച്ചിരിക്കുന്ന കൃപാസനം നഷ്ടപ്പെട്ടു. ജെറമിയ പ്രവചനം അത് ഒളിച്ചു വെച്ച്, ഉടമ്പടി വേടം ഒളിച്ചു വെച്ചെന്നൊക്കെയാണ് നമ്മൾ പാരമ്പര്യത്തിൽ പഠിക്കണേ. പക്ഷെ പൗലോസ്ലീഹ പറയുന്നത് കൃപാസനം അത് നഷ്ടപ്പെട്ടതിന് കാരണം യേശുവാണ് കൃപാസനം. യേശുവാണ് കൃപാസനം എന്ന് പൗലോസ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ? റോമാലേഖനം 3-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെ. ഞാൻ വായിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നാം നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, അങ്ങനെ നമ്മൾ തർജ്ജമ ചെയ്യണേ. അതിൻ്റെ ഗ്രീക്ക് എന്താണെന്നറിയോ? കൃപാസനമാകുവാൻ, ഹിലാസ്തേരിയോൻ, കപ്പരത്ത്. അതായത് വിശ്വസിക്കുന്നവർക്ക് യേശു ക്രിസ്തു തൻ്റെ രക്തം മൂലം കൃപാസനമാകുവാൻ, ദൈവം എഴുന്നള്ളിയിരിക്കുന്ന ആളാകുവാൻ, കപ്പരത്താകുവാൻ, കൃപയുടെ ആസനം മേഴ്സി സീറ്റ് ആകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇത് പൗരസ്ത്യ സഭകളിലെ പൗരസ്ത്യ ഐക്കണുകളിൽ യേശുവിന് ഉത്ഥാനം അവതരിപ്പിക്കുന്ന അങ്ങനെയാണ്. കുരിശാകൃതിയിലുള്ള 4 സ്ലാബുകളായിട്ടാണ് ഈ കൃപാസനത്തെ അവതരിപ്പിക്കണേ. കൃപാസനമുണ്ടല്ലോ, മേഴ്സി സീറ്റ്, അതിനെ ഈ കുരിശാകൃതി സ്ലാബുകൾ, അതിൻ്റെ മുകളിൽ ഉത്ഥാനം ചെയ്ത യേശു, 2 വശത്തും 2 കെരൂബ് മാലാഖമാർ. അതായത് യേശു എന്ന ദൈവം മനുഷ്യനായ ആളാണ് യേശു. അപ്പോൾ ദൈവം കുടിയിരിക്കുന്നത് യേശുവിലാണ്. അതുകൊണ്ട് യേശുവാണ് കൃപാസനം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൃപാസനം നഷ്ടപ്പെട്ടത്. യേശുവാണ് കൃപയുടെ ആസനം, ദൈവം കുടിയിരിക്കുന്ന ആസനം. അതിൻ്റെ 2 അറ്റത്തും മാലാഖമാർ. ഇങ്ങനെയാണ് ഐക്കണുകൾ പൗരസ്ത്യ സഭകളിൽ. അതായത് ദൈവം തീർത്തും മറഞ്ഞിരിക്കുന്നില്ല, പുത്രനിലൂടെ വെളിപ്പെടുന്നു. ഇത്രയും നമുക്ക് ബൈബിൾ കണ്ടു, സത്യവേദത്തിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ദൈവശാസ്ത്രം നോക്കുക. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, സത്യം. പക്ഷെ എന്താണ് വിഗ്രഹം? അത് മനസ്സിലാക്കാൻ ഞാനൊരു ചിത്രം മുമ്പിൽ കൊണ്ടുവരികയാണ്. പഴയ നിയമത്തിൽ പൂജാഗിരി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പൂജാഗിരി അത് നശിപ്പിക്കണമെന്നാണ് ദൈവം പറയണേ. എന്നാൽ എൻ്റെ വിശുദ്ധ മല എന്നും പറയുന്നുണ്ട്, അത് നശിപ്പിക്കാനും പാടില്ല. അപ്പോൾ എന്താ തമ്മിൽ വ്യത്യാസം? പൂജാഗിരി, ചില മലകൾ പൂജാഗിരിയാണ്, അതായത് പുറജാതിക്കാരുടെ വിഗ്രഹങ്ങളുള്ള മലയാണ് പൂജാഗിരി, അത് നശിപ്പിക്കണമെന്ന കർത്താവ് പറയണേ. ഞാൻ വസിക്കുന്ന മലയോ അത് വിശുദ്ധ മലയാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, രണ്ടും മലയല്ലേ? പൂജാഗിരി എന്ന് പറഞ്ഞാലും എൻ്റെ വിശുദ്ധ മല എന്ന് പറഞ്ഞാലും രണ്ടും മലയല്ലേ? അപ്പോൾ എന്താ വ്യത്യാസം? പൂജാഗിരികൾ നശിപ്പിക്കണമെന്ന് പറയുന്ന കാരണം, പൂജാഗിരികൾ വിഗ്രഹാരാധന എന്ന് പറയുന്നതിന് കാരണം എന്താ? അവിടെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത് ദൈവം അല്ലാത്ത ആളുകളെയാണ്. ദേവീദേവന്മാർ, പുറജാതിക്കാർ ദേവീദേവന്മാർ ദേവന്മാരും അല്ല, ദേവിമാരും അല്ല, അവർ ദൈവങ്ങളും അല്ല. അസ്തിത്വത്തിൽ ഇല്ലാത്ത ഒരാളുടെ വിഗ്രഹമുണ്ടാക്കി
അതിനെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ഞാൻ ഒന്നുകൂടി പറയുകയാണേ, അസ്തിത്വത്തിൽ ഇല്ലാത്ത ഒരാളുടെ വിഗ്രഹമുണ്ടാക്കി അതിനെ ദൈവമായി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ഏകസത്യ ദൈവമായ യാഹ്വേ കൂടിയിരിക്കുന്ന സ്ഥലമാണ് വിശുദ്ധ മല. അവിടെ ദേവാലയം വേണം. ആ ദേവാലയത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലം വേണം. ആ അതിവിശുദ്ധ സ്ഥലത്ത് ഉടമ്പടിയുടെ പേടകം വേണം. ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ കൃപാസനം വേണം. അതിന് മുകളിൽ 2 മാലാഖമാർ വേണം. അതിൻ്റെ നടുവിൽ നിന്നാണ് യാഹ്വേ സംസാരിക്കുക. ആ കൃപാസനം യേശുക്രിസ്തുവാണ്. ദൈവം മനുഷ്യനായ ആളാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ, ഈ മലയിലോ ആ മലയിലോ അല്ല, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. തീർച്ചയായും ആ ആത്മാവിനും സത്യത്തിലുമുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ്. സത്യമെന്ന് പറയുന്നത് ഏതെങ്കിലും സത്യമല്ല, ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ, ലിറ്റർജി ഓഫ് ദ വേർഡ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇത് രണ്ടും നടക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാന അന്ന് യേശു ബലി അർപ്പിച്ചു. ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് ബലി. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ബലിയുടെ ആവർത്തനമാണ് കത്തോലിക്ക സഭയുടെ കത്തോലിക്ക പള്ളിയിൽ നടക്കണമെന്നാണ് പെന്തക്കോസ്തകാർ ആരോപണം. നമ്മൾ ബലി ആവർത്തിക്കുന്നില്ല. ബലി ആവർത്തിക്കാൻ കഴിയില്ല. ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് യേശു ബലി അർപ്പിച്ചത്. ആ ബലി ആവർത്തിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. പിന്നെ എന്താണ് പള്ളികളിൽ നടക്കുന്നത്? കത്തോലിക്ക പള്ളികളിൽ ആ ബലി ഇന്ന് സന്നിഹിതമാക്കുകയാണ് കൂദാശകളിലൂടെ. പണ്ടത്തെ ആ ബലിയുടെ ആഘോഷമാണ് ആവർത്തിക്കപ്പെടുന്നത്. ബലിയുടെ ആഘോഷമാണ് ആവർത്തിക്കപ്പെടുന്നത്, ബലിയല്ല. അതായത് ഭൂതകാലത്തിലെ ബലിയുടെ അതിൻ്റെ ഫലം അത് ഇന്ന് സന്നിഹിതമാക്കുകയാണ് വർത്തമാനത്തിൽ. ഈ പെന്തക്കോസ്തകാരുടെ പ്രശ്നം, അവർക്ക് ഭൂതകാലവും പിന്നെ ഭാവിയുള്ളൂ, വർത്തമാനമില്ല. ഭാവിയിൽ ദ്വിതീയ ആഗമനമുണ്ട്, ഭൂതകാലത്ത് 1-ാമത്തെ ആഗമനമുണ്ട്. ഇതിനിടയ്ക്കുള്ള സ്ഥലം അവർക്ക് ശൂന്യമാണ്. ഇതാണ് പെന്തക്കോസ്തകാരുടെ പ്രശ്നം. വർത്തമാനം അവർക്ക് ശൂന്യമാണ്. ഒന്നുകിൽ വിദൂര ഭൂതകാലം അല്ലെങ്കിൽ വിദൂര ഭാവി, വർത്തമാനം അവർക്കില്ല. ചുരുക്കത്തിൽ ദൈവമല്ലാത്ത ഒന്നിൻ്റെ വിഗ്രഹത്തെ ദൈവമായി ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. അതുകൊണ്ടാണ് വിജാതിയരുടെ വിഗ്രഹങ്ങൾ കണ്ടുണ്ടെങ്കിലും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. ഏകസത്യ ദൈവത്തെ പ്രതീകങ്ങളിലൂടെയും തിരുസ്വരൂപങ്ങളുടെയും ആവിഷ്കരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ വിഗ്രഹത്തിൻ്റെ ഫോം അല്ല, കണ്ടന്റ്, ഉള്ളടക്കമാണ് പ്രശ്നം. ഫോം അല്ല, ഉള്ളടക്കം. അപ്പോൾ നമുക്ക് ചോദ്യം, കുമ്പിടുന്നതോ നിയമാവർത്തനം 5:9 പറയുന്നു, അവയുടെ മുമ്പിൽ കുമ്പിടുകയോ സേവിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ബൈബിളിന് മുമ്പിൽ കുമ്പിടുന്ന പ്രൊട്ടക്ഷനുകാരൻ എന്ത് ചെയ്യണു? നമ്മുടെ സംസ്കാരത്തിൽ നാം നമസ്കാരം എന്നാണ് പറയണേ. അത് ആരാധനയാണ്. പെന്തക്കോസ്തകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ രാജിക്കെട്ടിൽ ഗാന്ധി സമാധിയിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലേ? ഉൽപ്പത്തി പുസ്തകം 42:6, ജോസഫ് ദേശത്തിന് അധിപതിയായി, അവൻ തന്നെയായിരുന്നു ദേശത്ത് സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. ജോസഫിൻ്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉൽപ്പത്തി 50:18-19, അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. യാക്കോബ് ഏസാവിന് മുമ്പിൽ നമസ്കരിച്ചു. ബേത്ശബ ഭർത്താവായ ദാവീദിന് മുമ്പിൽ നമസ്കരിച്ചു. സോളമൻ അവൻ്റെ അമ്മയായ ബേത്ശബയുടെ മുമ്പിൽ നമസ്കരിച്ചു വീണു. 1 രാജാക്കന്മാർ 2:19, 1 രാജാക്കന്മാർ 1:16, ഉൽപ്പത്തി 33:1. ഈ നമസ്കാരങ്ങൾക്ക് ആരാധനയാണോ? അല്ല. അപ്പം ഈ ഫോം കണ്ടിട്ട് നമസ്കരിച്ച് കണ്ട ഉടനെ ആരാധന എന്ന് പറയരുത്. നമ്മുടെ പാരമ്പര്യം എന്താണ്? നമ്മളൊരു പ്രധാനപ്പെട്ട പരിപാടിക്ക് മുകളിൽ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് എന്ന് കുമ്പിടും, വികാരത്തിനടുത്ത് കുമ്പിടും, ബ്ലെസ്സിങ് കിട്ടാനാണ്. അപ്പോൾ എല്ലാ കുമ്പിടലും ആരാധനയല്ല. ജോസഫിൻ്റെ സഹോദരന്മാർ, യാക്കോബ്, ഇവരൊക്കെ കുമ്പിട്ടത് ആരാധനയല്ല. ബേത്ശബയുടെ മുമ്പിൽ സോളമൻ കുമ്പിട്ടത് ആരാധനയല്ല. അപ്പോൾ എല്ലാ കുമ്പിടലും ആരാധനയല്ല. തീർന്നില്ല. ഏത് പ്രൊട്ടക്ഷനുകാരാണ് ബൈബിളും മറ്റും പഠിപ്പിക്കാൻ ചിത്രങ്ങളും പ്രതീകങ്ങളും ഉപയോഗിക്കാത്തത്? ക്രിസ്മസിന് 3D ക്രിബ് സെറ്റുകൾ കൈമാറാത്ത ഏത് പ്രൊട്ടക്ഷൻകാരാണ് ഉള്ളത്? അപ്പോൾ പ്രതിമയുണ്ടാക്കരുതെന്നും വിഗ്രഹം പാടില്ലെന്നുമുള്ള പ്രമാണം അവർ ലംഘിക്കുന്നുണ്ടോ? റോമാലേഖനം 1:20 പൗലോസ് പറയാ, ഫോർ സിൻസ് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ഹിസ് ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ആർ ക്ലിയർലി സീൻ, ബീയിങ് അണ്ടർസ്റ്റുഡ് ബൈ ദ തിങ്സ് ദാറ്റ് ആർ മെയ്ഡ്, ഈവൻ ഹിസ് ഇറ്റേണൽ പവർ ആൻഡ് ഗോഡ് ഹെഡ്. അതായത് ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ നിത്യശക്തിയും ദൈവത്വം പോലും ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി കൊണ്ടിരിക്കുന്നു, വെളിപ്പെട്ട് വരുന്നു. അതിനാൽ കത്തോലിക്ക സഭയുടെ നിലപാട് ഇതാണ്. ബൈബിളും അപ്പസ്തോലന്മാരും
പഠിപ്പിച്ചതിനോട് ചേർന്ന് നിന്ന് കത്തോലിക്ക സഭ വിഗ്രഹാരാധന കൊടിയ പാപമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ട്രെൻഡ് സുനോദസിലെ 374 നമ്പർ, വിഗ്രഹങ്ങളെയും പ്രതിമകളെയും ദൈവമായി കണ്ട് ആരാധിക്കുന്നവർ വിഗ്രഹാരാധന എന്ന പാപം ചെയ്യുന്നു. ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കണേ. അവയ്ക്ക് ദൈവത്വം കൽപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവയിൽ വിശ്വാസം അർപ്പിക്കുന്നതും തെറ്റാണ്. അതേസമയം തിരുസ്വരൂപങ്ങൾ പാടെ നിരാകരിച്ചാൽ അത് ദൈവത്തിൻ്റെ വചനങ്ങളുടെ നിരാസമാകും. അതിനേക്കാളേറെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന സത്യത്തെ നിരാകരിക്കലാകും. ഞാനത് അടിവരയിട്ട് പറയാണ്. തിരുസ്വരൂപങ്ങൾ നിരാകരിച്ചാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന സത്യത്തെ നിരാകരിക്കലാകും. പഴയ നിയമത്തിലെ വചനത്തെ പുതിയ നിയമം കൊണ്ട് പുനരാഖ്യാനം ചെയ്യണം. പഴയ നിയമത്തിൽ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ദൈവം മനുഷ്യനാകുന്ന കാര്യം അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ദൈവം മനുഷ്യനാകുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഈ എഴുതിയ ആൾക്കാർ, മോശെ. പക്ഷെ ദൈവം മനുഷ്യനായി. ലൂക്ക 3:21 പറയാണ്, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ, ഫിസിക്കൽ ഫോം. കൊളോസ്യർ 2:9 ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശുവിൻ്റെ മേൽ. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി, ശാരീരിക രൂപമായി യേശുവിൽ വസിക്കുന്നു. കൊളോസ്യർ 1:15 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഗ്രീക്കിൽ ഐക്കോൺ എന്ന് ഉപയോഗിക്കുന്നത്, ഐക്കോൺ. യേശു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, സർവ്വസൃഷ്ടിക്കും ആദിജാതനുമാണ്. ചുരുക്കത്തിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, ദേഹരൂപത്തിൽ വസിച്ചു അവനിൽ. യോഹന്നാൻ പറയും, ഞങ്ങൾ അവനെ കണ്ടു തൊട്ടു. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും നോക്കിയതും കൈകൊണ്ട് തൊട്ടതും ആയ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുകയാണ്. ഞങ്ങൾ കണ്ടു തൊട്ടു. ഈ ദേഹരൂപത്തിലായിരുന്നവനെയാണ് ജ്ഞാനികൾ കുമ്പിട്ട് ആരാധിച്ചത്, ആട്ടിടയന്മാർ കുമ്പിട്ട് ആരാധിച്ചത്. ചുരുക്കത്തിൽ ഇത്രയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ദൈവശാസ്ത്രം ഇങ്ങനെ സംഗ്രഹിക്കാം. വിഗ്രഹത്തെ ആരാധിക്കരുത്, അതായത് വിജാതിയരുടെ ദേവന്മാരെയും ദൈവന്മാരെയും ആരാധിക്കരുത്. അതേസമയം ഇത് 2129 കത്തോലിക്ക സഭയുടെ മതബോധനം. 2130 പറയണു, അതേസമയം രൂപങ്ങളുണ്ടാക്കാനും സമാഗമ കൂടാരത്തിലും ദേവാലയത്തിലും വയ്ക്കാനും ഈ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ രൂപം ആരും കണ്ടിട്ടില്ല, അതേസമയം ഭാഗികമായി കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാ, തീർന്നില്ല. സിനഗോഗിൽ അവർ ഇതെല്ലാം ചിത്രീകരിച്ചിരുന്നു. എന്താണ് കാര്യം? സിനഗോഗിൽ ശുശ്രൂഷ നടക്കാത്ത സമയത്ത് ഒരാൾ വന്ന് കയറിന്ന് വിചാരിക്കുക, അവരോട് എങ്ങനെയാണ് ഈ ബൈബിളിൽ രഹസ്യങ്ങൾ പ്രഖ്യാപിക്കുക? ശുശ്രൂഷ നടക്കാത്ത സമയത്താണെങ്കിൽ ഈ ചിത്രങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ സുവിശേഷ പ്രഘോഷണമാണ് ചിത്രങ്ങൾ. തിരുസ്വരൂപങ്ങൾ സുവിശേഷ പ്രഘോഷണമാണ്. ദൈവം മനുഷ്യൻ നമ്മുടെ ഇടയിൽ വസിച്ചു, ദേഹരൂപത്തിൽ അവൻ വന്നു, ദൈവത്തിൻ്റെ സജീവ പ്രതിമയാണവൻ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇക്കാര്യമൊന്നും പഴയ നിയമത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ ഉണ്ടാക്കണമെന്നും പറഞ്ഞു. ചുരുക്കത്തിൽ വിഗ്രഹാര 2132 കത്തോലിക്ക സഭയുടെ മതബോധനം. വിഗ്രഹാരാധന വിലക്കിയിരിക്കുന്ന 1-ാം പ്രമാണത്തിനെതിരല്ല ക്രിസ്ത്യാനികളെ തിരുസ്വരൂപ വണക്കം. ആ സ്വരൂപത്തിൽ നൽകുന്ന വണക്കം അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതായത് തിരുസ്വരൂപത്തെ വണങ്ങുന്നവർ ആ സ്വരൂപത്തെ അല്ല വണങ്ങണേ, ആ സ്വരൂപം എന്തിനെയാണോ ആരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിലേക്കാണ് മാറ്റപ്പെടുന്നത്. ആരാധന കൊടുക്കുന്നത് ആ യാഥാർത്ഥ്യത്തിലേക്കാണ്. തിരുസ്വരൂപം അതിൻ്റെ അടയാളം, ലക്ഷണം മാത്രമാണ്. അതിനാൽ സ്വരൂപങ്ങളിലല്ല ആരാധന അവസാനിക്കുന്നത്, ആ സ്വരൂപം ആരെ ചിത്രീകരിക്കുന്നുവോ അവനിലാണ് ചെന്ന് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ അടിസ്ഥാനമിട്ടതാണ് തിരുസ്വരൂപങ്ങൾ. തീർന്നില്ല, വിശുദ്ധരാണ് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ. അതിനാൽ അവരുടെ സ്വരൂപങ്ങളും നാം പള്ളിയിൽ സൂക്ഷിക്കുന്നു. യേശു പറയുവാണ്, മത്തായി 26:13 ഒരു സ്ത്രീ അവൻ്റെ തലയിലും കാലിലൊക്കെ തൈലം പൂശിയില്ലോ, തൈലം ഒഴിച്ചു. ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ സുവിശേഷം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ ഇവളുടെ കാര്യവും ഓർമ്മിക്കപ്പെടും. ഇതാണ് വാസ്തവത്തിൽ കത്തോലിക്ക സഭയിൽ നടക്കണേ. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ വിശുദ്ധരുടെ കാര്യം ഓർമ്മിക്കപ്പെടുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യണേ. തീർന്നില്ല, മനുഷ്യൻ വെറും ആത്മാവ് മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കുന്ന മനസ്സ് മാത്രമല്ലല്ലോ, ദേഹം, ദേഹി, ആത്മാവുണ്ട്. അതിനാൽ യേശു കണ്ണുകൾ ഉയർത്തി ശരീരം കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനാൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, യാഥാർത്ഥ്യം, കത്തോലിക്ക സഭയുടെ വിശ്വാസം വെച്ച് യാഥാർത്ഥ്യം സ്വർഗത്തിലാണ്. അതിൻ്റെ പ്രതിരൂപം, സ്വരൂപമാണ് പുതിയ നിയമം, അതിൻ്റെ നിഴലാണ് പഴയ നിയമം. അപ്പോൾ ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന അങ്ങേ ലോകത്ത് എത്തുന്നത് വരെ
പ്രതിരൂപങ്ങളുടെയും സ്വരൂപങ്ങളുടെയും വെളിച്ചത്തിൽ ആ രൂപത്തിലാണ് ആരാധന. ആത്മാവിലും സത്യത്തിനുമുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിലല്ല, പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലുള്ള ആരാധനയാണ്. അതാണ് ശരിക്കുള്ള വിശുദ്ധ കുർബാന. ഒരു കാര്യം കൂടി, 19-ാം ശതകം വരെ സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷത്തിന് എഴുത്തും വായനയും അറിയില്ല. ബൈബിൾ വായിക്കാനും വചനം മനസ്സിലാക്കാനും അറിയില്ലായിരുന്നു. ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും വഴിയാണ് പല രഹസ്യങ്ങളും പഠിപ്പിച്ചത്. 19-ാം നൂറ്റാണ്ട് വരെ ലോകത്തുള്ളവരുടെ കാര്യം പറഞ്ഞേ. കുറേ ബുദ്ധിമാന്മാർ കുറച്ചൊക്കെ എഴുത്തും വായന അറിയായിരുന്നു, ബഹുഭൂരിപക്ഷ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ചിത്രങ്ങളും സ്വരൂപങ്ങളും വെച്ചിട്ടാണ് സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. ഇപ്പോഴും ചിത്രങ്ങളും തിരുസ്വരൂപങ്ങൾക്കും ഇങ്ങനൊരു ധർമ്മമുണ്ട്. സംഗീതം, TV, യൂട്യൂബ്, 3D ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ ആളുകളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ കൊടുക്കണേ. എത്രയോ അക്രൈസ്തവർ ക്രിസ്തുവിലേക്ക് വന്നത് കുരിശുരൂപം കണ്ടിട്ടാണ്. ദശലക്ഷക്കണക്കിന് ആളുകളല്ലേ ലൂർദിൽ വരുന്നത്. വിശ്വാസമില്ലാത്തവർ പോലും അവിടെ പ്രാർത്ഥിക്കുന്നു. തീർന്നില്ല, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. തിരുസ്വരൂപങ്ങൾ എതിർക്കുന്നവർ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുന്നു. തിരുസ്വരൂപങ്ങൾ എതിർക്കുന്നവർ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുന്നു. തിരുസ്വരൂപങ്ങളെ നിരാകരിക്കുന്നവർ വിശുദ്ധർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. തിരുസ്വരൂപങ്ങളെ നിരാകരിക്കുന്നവർ വിശുദ്ധർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതേസമയം നമ്മുടെ പാരമ്പര്യം ഐക്കണുകളാണ്, ഐക്കണുകൾ. അതിനാൽ തിരുസ്വരൂപങ്ങൾ ഒരുപാട് അമിതമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് തിരുഹൃദയത്തിൻ്റെ ഐക്കണ് പകരം രൂപം ഉണ്ടാക്കി വെക്കുന്ന ഒരു രീതി കത്തോലിക്ക സഭയിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്, ആര് പറഞ്ഞാലും പ്രോത്സാഹിപ്പിക്കരുത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈ സ്വർഗീയ ലിറ്റർജിയുടെ മുൻ ആസ്വാദനമാണ്. 1937 കത്തോലിക്ക സഭയുടെ മതബോധനം നമുക്ക് ഒന്നുകൂടി വായിക്കാം. അതിൽ പറയാണ്, യേശു ക്രിസ്തു മഹാപുരോഹിതൻ, കൊല്ലപ്പെട്ടവനെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട്, പിന്നെ ജീവജലത്തിൻ്റെ അരുവി, ഇതെല്ലാം ഈ വെളിപാട് പുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ 1938 കത്തോലിക്ക സഭയുടെ മതബോധനം, സ്വർഗീയ ശക്തികൾ, പ്രപഞ്ച സൃഷ്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന 4 ജീവികൾ, പഴയതും പുതിയതുമായ ഉടമ്പടിയുടെ സേവകരായ 24 ശ്രേഷ്ഠന്മാർ, 1,40,000 പേരിലൂടെ ആവശ്യകരമാകുന്ന പുതിയ ദൈവജനം, വെളിപാട് 7, സവിശേഷമായി ദൈവവചനത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആളുകൾ, വെളിപാട് 6, വിശുദ്ധന്മാർ, ഉടമ്പടിയുടെ പേടകമായ സ്ത്രീ അഥവാ ദൈവമാതാവ്, വെളിപാട് 11, ദിവ്യകുഞ്ഞാടിൻ്റെ മണവാട്ടി, വെളിപാട് 19, പിന്നെ ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദൈവജനം, വെളിപാട് 7. ഇവരെല്ലാവരും ചേർന്നാണ് സ്വർഗത്തിൽ ആരാധന. ആ ആരാധനയിലാണ് കത്തോലിക്ക സഭയിലെ കൂദാശയിൽ പങ്കെടുക്കുന്നവർ പങ്കാളികളാകുന്നത്. ഈ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിലാണ് കത്തോലിക്ക സഭയിലെ ആരാധനയിൽ സംബന്ധിക്കുന്നവർ പങ്കാളികളാകുന്നത്. കൂദാശകളിലൂടെ രക്ഷയുടെ രഹസ്യം പരികർമ്മം ചെയ്യുമ്പോൾ ഈ സ്വർഗത്തിലെ അനശ്വര ലിറ്റർജിയിൽ പങ്കെടുക്കാനാണ് ആത്മാവും സഭയും നമ്മെ പ്രാപ്തമാക്കുന്നത്. അവസാനം ഐക്കണോക്ലാസം. എന്തുകൊണ്ടാണ് വിഗ്രഹ ഭഞ്ജനം? ബൈസന്റൈൻ രാജാക്കന്മാർ കാലത്താണ് അയൽപ്പക്കത്തെ ഇസ്ലാമിക രാജ്യങ്ങൾ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് വിഗ്രഹങ്ങൾ ഉടച്ചു കളയാനായിട്ട് ബൈസന്റൈൻ രാജാക്കന്മാർ തീരുമാനിച്ചത്. അതായത് ഇസ്ലാമിൻ്റെ അജണ്ടയായിരുന്നു വിഗ്രഹം